പ്രശ്നമുണ്ട്. എന്താ അത് KVK ഒന്ന് സോറി പറഞ്ഞു. മാമൻ KVK ആരുമായിട്ട് മുടക്കിയെന്ന്. ആരാ മാമൻ KVK ആരുടെ സോറി പറഞ്ഞു? എന്നെ വിളിച്ച് നമ്മളാരെല്ലാം ഉണ്ടോന്ന് വെച്ച് വിളിച്ചായിരുന്നു സോറി പറയാൻ വേണ്ടിട്ടെ. എന്നെ നേരെ പോയിട്ട് വിളിച്ച് സംസാരിച്ചത് ക്ലിയർ ചെയ്തു. നമ്പർ കിട്ടിയില്ലേ ബ്രോ? ഇത് 1 സീറ്റർ ആണോ വണ്ടിയാലോ? ആ ഇത് 1 സീറ്റർ ആടാ. ഇത് 1 സീറ്റർ ആണല്ലേ? ഹലോ 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 ഇത് 1 സീറ്റർ ആണോ വണ്ടി? ഇല്ല വാദമുള്ളവരൊക്കെ എടുത്തോണ്ട് കിടക്കുന്നതാ. വാദമുള്ളവരെ മാത്രം എടുത്തോണ്ട് നടക്കുള്ളൂ സാർക്ക്. ഞാനൊരു കാര്യം പറയട്ടെ. അവളുടെ പുറമെ TG-യിലുള്ള വാസണെന്ന് പറഞ്ഞിട്ടില്ലേ? TG ഉള്ള ഒരുത്തിനോട് ഒളിച്ചോടി പോയത് പോയാ എന്റെ പേര് ഷാനു. നിങ്ങളുടെ പേരെന്താണ് ബ്രോ? ബ്രോ എന്റെ ഒരു കൃഷ്ണൻകുട്ടി. നിങ്ങളുടെ പേരോ? രമേശ്. ഓ രമേശ്, നൈസ് നെയിം. നിങ്ങൾ ട്വിൻസ് ആണല്ലേ? ആണ് ബ്രോ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ ഞാനൊരു കാര്യം പറയട്ടെടാ കണ്ണാ. ഒരാളെ മടിയിലൊക്കെ കേറി ഇരുന്ന് എന്ത് വെച്ചി? താഴെ ഇറങ്ങി കത്തിപ്പോയോടെ ജീവിതമല്ലേ? അവൻ കത്തിപ്പോയില്ലേലുള്ള അത്ഭുതം. ലോറ കാണാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോറയ്ക്ക് ലോറായിട്ടുള്ള തിരക്കുണ്ട്. നിന്നെ പോലെ മറ്റേ തെണ്ടി തിരിഞ്ഞു കിടക്കുമല്ലോ അവള്. മനസ്സിലായ? ഓ എനിക്കും ഉണ്ട് എന്റേതായ തിരക്ക്. അറ്റ്ലീസ്റ്റ് ലോറയ്ക്ക് കാലുണ്ട് നടക്കാൻ. കണ്ടിട്ടുണ്ട് ഇല്ലടാ ലോറയ്ക്ക് അറ്റ്ലീസ്റ്റ് കാലുണ്ടല്ലോടാ നടക്കാൻ. അവളെ 24 മണിക്കൂറും ആ തോളത്തെടുത്തോണ്ട് നടന്നിട്ടില്ല. സ്വന്തം കാലുണ്ട് അവളെ. ഞാൻ അവളെ എടുത്തോണ്ട് നടക്കാറില്ല. ഇതുപോലെ 10 പേര് 10 സീറ്ററുള്ള വണ്ടിയില് ഞാൻ ഒറ്റയ്ക്ക് അവളെ എടുത്തോണ്ട് നടക്കാറില്ലെന്നോ? എന്റെ പൊന്നു കണ്ണാ പച്ച കള്ളം പറയില്ലേ? ഞാൻ നീ കണ്ടിട്ടുണ്ടോ? ഞാൻ ലോറനെ എടുത്തോണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഫോട്ടോ എടുത്തോണ്ട് നടന്നിട്ടില്ല പറഞ്ഞില്ല. ഒട്ടും എടുത്തോണ്ട് നടന്നിട്ടില്ലെന്ന് പറഞ്ഞില്ല. ഞാൻ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ 1 സീറ്റർ 10 സീറ്റുള്ള വണ്ടിയില് ഒറ്റയ്ക്ക് അവളെ എടുത്തോണ്ട് അത് സ്നേഹം ഉണ്ടാവുമ്പോ അങ്ങനെ തന്നെയാ. അങ്ങനെയൊക്കെ തന്നെയാ. സ്നേഹം ഉണ്ടാവുമ്പോ നമുക്ക് എടുത്തോണ്ട് നടക്കാൻ തോന്നും. 2 സീറ്റ് ആണെങ്കിലും അത് കൊള്ളാരുന്നോ? കൊടുത്തേട്ടാ. എന്ത് ചെയ്യാനാടാ? ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ല. WW എന്ന് വിളിച്ച് കീരിച്ചെട്ട് പറയണമെന്ന് ഞാൻ ഇപ്പൊ ആലോചിക്കുക. ഓ അതാണ് ഞാനിപ്പോ ആലോചിച്ചത്. അത് സത്യം ഒന്ന് ആലോചിക്ക്. പെട്ടുപോയായിരുന്നെങ്കിൽ അല്ല ഞാൻ അച്ഛന്റെ മോനാണ്. ഞാൻ അച്ഛൻ ഇവ മോൻ. എന്തൊക്കെ അറിയണം നിനക്ക്? നീ മറ്റേ ചാവുന്നാരെ രക്ഷിച്ചാ പോരെ? ചേട്ടൻ അനിയനാണോ അച്ഛനും മോനാണോ? കണ്ണാ 100 കോടി ആസ്തിയുള്ള ആളാണ് കേട്ടോ. നിനക്കൊക്കെ അറിയാം. ഇവന്റ് കടന്നില്ലോടാ നമ്മള് മറ്റേ തല്ലുന്ന മറ്റേ ആ പരിപാടി. ആ ഇവന്റില് ഇവൻ നൈസിന് നമ്മളോട് കൂടി തല്ലി കൊല്ലല്ലെന്ന് പറഞ്ഞു. നമ്മളൊരു 5 പേര് ഒരുമിച്ച് ചെയ്യുന്നതായിരുന്നു. ഇവനോട് കൂടി 6 ആയി. എല്ലാരും തല്ലി കൊന്നപ്പോ നമ്മളെല്ലാം തീർന്നു. അവസാനം ഇവനും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനും വന്ന് മുച്ചിരി കത്തി മരിച്ച് 300 കോടി ഇവന്. മാമൻ എന്ന് പറഞ്ഞ മാമനെന്ന് വിളിക്കട്ടെ. ആ മാമനുണ്ടോ? മാമനെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് കണ്ട് സോറി പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ സംസാരിക്കാം. നീയാണോ ഗാർഡിയൻ? ഓ സോറി ഗാർഡിയൻ ഞാൻ മറന്നുപോയി. ഞാൻ ആരും ഇല്ലാത്തപ്പോ ഞാൻ നോക്കണ്ടടാ. ഖജാഞ്ചി ഗ്യാങ്ങിന്റെ ഖജാഞ്ചി ആയി പോയില്ലടാ. പോയാ പി അല്ലാന്നോ? ഹലോ ഞാൻ അത്
വാസോണ്ട് ചന്ദ്രൻ ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥാനം എനിക്ക് വന്നിട്ടുണ്ട് മനസ്സിലായ. ആ അത് നീ ഇല്ലാത്തപ്പോ ഞാൻ ഖജാൻജി. ഇല്ല അത് വേണ്ട ഞാൻ ഇല്ലെങ്കിൽ ആരും ഇല്ല, അതിന് താഴെ ആരും ഇല്ല. ആ വിളിക്കുന്നത് കൊണ്ടുപോയേ. ഹലോ കേവിയെ, ഹലോ കേക്കുന്നില്ല സ്വിച്ച് അമർത്തുവോ? ശബ്ദവും പോയോ? എന്നെ ഒന്ന് ഫോൺ വിളിച്ചേ നീ. SRK എന്നെ ഒന്ന് ഫോൺ വിളിച്ചേ. ഹലോ ബ്രോ, ഹലോ മൈക്ക് വിഴുങ്ങിയോ? ഹലോ കേട്ടൂടാല. എന്താണ് 3070 കിട്ടുന്നില്ലെന്ന്. ഇത് വേറെ ആരും വിളിച്ച് ശല്യം ചെയ്യ തന്നെ. വാസ്കു വിളിച്ചെന്നെ. ഞാൻ പറ 07 അതിന് വിളി നീ. ഹലോ എടാ ഇവൻ വിളിച്ചെന്നെ അങ്ങ് 07 നീ വിളി. ഇത് കട്ട് ചെയ്ത് 07 വിളി. ഇവനെ നിർത്തണ്ടടാ, ശല്യം ചെയ്യുന്ന ഒരുത്തൻ. എടാ പന പൊലയാടി, എന്താണ് നിനക്കൊക്കെ കോള് കട്ട് ചെയ്ത മനസ്സിലാവത്തില്ല പന പുണ്ടച്ചുവനെ. ചുമ്മാ അടങ്ങിരി. എടാ എന്തൊരു ശല്യം ഒക്കെയാണ് ഇത്. 07 ഇത് ആരാടാ അതൊക്കെ? ഹലോ എടാ നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഇപ്പൊ വിളിച്ചോണ്ടിരിപ്പുണ്ടായിരുന്നു എന്നെ? ഇല്ല അറിയില്ല. എന്തുപറ്റി? സോറിയടാ, ഞാനേടാ വെച്ച് തെറി വിളിച്ചായിരുന്നേ. കട്ടിയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. എനിക്കാണ് എന്റെ അറിവിൽ ആരും വിളിച്ചിട്ടില്ല. ചാൻസ് കുറവാണ്. വേറെ തെറി വിളിച്ചിട്ടുണ്ട്. സോറി കേട്ടോ, നിങ്ങളാണെങ്കിൽ സോറി കേട്ടോ. കുഴപ്പമില്ല. അതാണോ അത് പറയാനാണോ? അല്ലല്ല അത് പറയാനല്ലോ വിളിച്ചേട്ടാ. എന്ത് സിറ്റുവേഷൻ ഉണ്ട്. ചന്ദ്രവും അറിയാലോ, ചന്ദ്രവും പാസ്വേഡില്ല ഗാർഡിയനായിട്ട് ഞാനല്ലേ ഉള്ളു. അപ്പൊ കാര്യത്തെ ചോദിക്കാൻ എന്ത് പറഞ്ഞു എന്ത് പറ്റി സംഭവം? എടാ ഞാൻ മുതുക്കോട്ട്, നീ മുതുക്കോട്ടോ, നമുക്ക് നേരിട്ട് സംസാരിക്കാം. സംസാരിച്ചതാണ് ഇത് അവന് അറിഞ്ഞൂടാ. മിനി കോ ലീഡർ അല്ലേ? ഓ ഞാനാണ് മിനി കോ ലീഡർ അല്ല. എന്താണ് എന്തായിരുന്നു? മാനേജറാ? എടാ ഇതിപ്പോ കോള് പോയി, നീ കട്ട് ചെയ്തേ. എന്ത് പരിപാടിന്നോ? കാട്ടി പോന്ന് 1 കിലോ ഏത്തക്ക വെച്ചാൽ എന്താ നമ്മള് കേവിയക്കാര് കാണാൻ വന്നതാണ്. ആ കേവിയ. എടാ ഭാസ്കർ വാ. ഹലോ എനിക്കറിയാം. നമുക്ക് സംസാരിക്കാം. ഇത് ചുമ്മാ ഇരിക്കണേ. ഇറ്റ്മാനെ പറഞ്ഞോ. ഇതിപ്പോ വാസണ്ണും ചന്ദ്രനും ഇല്ലാത്തപ്പോ അറിയാലോ കയാങ്ങിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാൻ. പറഞ്ഞ കാര്യമില്ല, അത് വിലയില്ല. അത് എന്തേലും അറിയിക്കണമെങ്കിൽ എനിക്ക് അവരെ റിപ്പോർട്ട് മാമനുമായിട്ടേ ചെറിയൊരു പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നം? എന്തായിരുന്നു ട്രാക്ക? ഞാൻ സിറ്റുവേഷൻ കണ്ടില്ല. അതായത് മൈക്ക് വേറെ ആരോടും അങ്ങനെ സംസാരിച്ചിരിക്കുന്നു. ആ സമയത്ത് മാമൻ ഇതേമാതിരി വേറൊരു സിറ്റിസൺ വണ്ടി വന്ന്, മാമനാന്ന് ഇവനെ അറിയത്തില്ല, അത് കഴിഞ്ഞിട്ടല്ലേ അറിയുന്നത്. അപ്പൊ ആ സമയത്ത് മാമൻ എന്തോ അതിന്റെ ഇടയിൽ കയറി സംസാരിച്ച്. അപ്പൊ അത് ഇവന് പറ്റില്ല. ഇവൻ വിചാരിച്ച് വേറെ ഏതോ സിറ്റിസൺ ആണെന്ന്. അപ്പൊ ഇവൻ അങ്ങോട്ട് തിരിച്ച് സംസാരിച്ച്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. പിന്നെ സേഫ് സോൺ പുറത്തേക്ക് ഇറങ്ങുന്ന പറഞ്ഞു, കുനിഞ്ഞു നിൽക്ക്, അങ്ങനെയുള്ള അങ്ങോട്ട് സംസാരങ്ങളായി. പിന്നെ മൈക്ക് പിന്നെ ബാക്കിൽ മറ്റേ പുറകിന്ന് കുത്തുകുത്തി അവൻ കയറിപ്പോയി, മനസ്സിലായ. പിന്നെ അത് കഴിഞ്ഞിട്ട് മാമൻ സംസാരിക്കാൻ ചെന്നായിരുന്നു. പക്ഷെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അരക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളത് ഞാൻ പറഞ്ഞു മൈക്കിനോട് നമ്മള് മാമൻ ഓൾറെഡി പറഞ്ഞു. മാമന് സീനില്ലെന്ന് പറഞ്ഞായിരുന്നു. സീനൊന്നുമില്ല, അത് മാമന്റെ ഞാൻ വിളിച്ചായിരുന്നു. സിറ്റി എന്ന് പറയാൻ സംസാരിച്ച. അപ്പൊ മാമൻ പറഞ്ഞു സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പ്രശ്നമില്ല. കാര്യം എന്താ പറയാ, നമ്മളത് പറഞ്ഞ് സോൾവ് ചെയ്യാനായിരുന്നു. ഞാനാണെങ്കിൽ എന്തായാലും മാമൻ വരുമ്പോഴത്തേക്ക് മാമന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്ത് മാമൻ പ്രശ്നമൊന്നുമില്ല, അത് മാമൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് ക്ലിയർ ആയിരുന്നു. വേണമെങ്കിൽ പറഞ്ഞാൽ മതി. മാമൻ വന്നിട്ട് ഞാൻ മാമനെ കൊണ്ടുവരാം. കണ്ട് പഠിക്കണ വാസ്കോ, നീയല്ലേ പറഞ്ഞ കണ്ണാപ്പി ഹാൻഡിൽ ചെയ്യത്തില്ലെന്ന്.
നമ്മളീ ഗാർഡിനൊക്കെ ആയി പോയില്ലടാ അപ്പൊ അതിന്റെ നമ്മള് നല്ല ആൾക്കാരാവുക. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പോയില്ലടാ. വാസോണ്ടില്ലെങ്കിൽ അറിയാലോ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ നമുക്ക്. അപ്പൊ കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഞാൻ എന്തായാലും മാമന്റെ അടുത്ത് സംസാരിക്കാം. മാമൻ എന്തേലും ഉണ്ടെങ്കിൽ അവര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൈക്ക് മാമനെ മാത്രമായിട്ട് വിളിച്ച് സംസാരിച്ച് സോൾവ് ചെയ്യാം. സീനൊന്നുമില്ല. ഞാൻ എന്തായാലും മാമൻ ഇപ്പൊ വരും. ഞാൻ മാമൻ വരുമ്പോഴത്തേക്കും പറയാം. പെണ്ണും പെടക്കോഴിയില്ല, സ്വന്തം പൊട്ടതൊക്കെ ജീവിക്കുന്നതല്ലടാ നീ. എന്താ ഞാൻ കേട്ടില്ല, പറഞ്ഞിട്ടില്ല. പോയിട്ട് വരാവേ. അവരഞ്ചാറ് പേരുണ്ട് വളച്ചിട്ട് പോകുവേ. അതിന് ഇടയ്ക്ക് മറ്റേ വന്യജീവി സംഘത്തിന് ആൾക്കാരൊന്നും മേടിച്ചിട്ട് പോയായിരുന്നല്ലോ. അത് വന്നു മേടിച്ചു പോയി. പിന്നെ അല്ല ഇപ്പൊ ഒരുത്തും മനുഷ്യങ്ങ് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഫോൺ കോള് ഒരുത്തരം വിളിച്ച് ശല്യം ചെയ്യുന്നൊരു പരിധിയില്ലേ. അടികളൊക്കെ പല വഴിയാണ് വരുന്നത്. വാ അയ്യോ ഇത്ര ഉത്തരവാദിത്തമുള്ള നമുക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? സത്യമല്ലേ സിറ്റി നോക്ക്. നമ്മൾ രണ്ടുപേരും മാത്രല്ലേ? രണ്ട് മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ നമ്മള് ബ്രോ. ഹലോ 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 പേരെന്താ ബ്രോ? ജിപ്സി ജിപ്സി ജിപ്സി. ഓക്കെ. കണ്ടില്ലേ? കണ്ടില്ല ബ്രോ, കണ്ടില്ല കണ്ടില്ല കണ്ടില്ല. ഓക്കെ. കാണാത്ത ഒരാളെ ഇടിച്ചിട്ട് നമ്മളെ വന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായിരിക്കും പറയുന്നത്? അവിടെ എന്തെങ്കിലും വാചകം പറഞ്ഞിട്ടുണ്ടോ? എന്താന്നാ പറയത്തില്ല. നിങ്ങളുടെ നാട്ടിൽ പറയത്തില്ല. എന്താ പറയണ്ടേ? സാറിന് ഇപ്പൊ ബ്രോ ഞാൻ പറയണേ, ബ്രോയ്ക്ക് കണ്ടില്ലായിരിക്കും. ബ്രോ അയാള് ഇടിച്ചു. ആ അപ്പൊ ബ്രോ വന്നിട്ട് ഒരു കാര്യം പറയണ്ടേ ബ്രോ? ഈ കാര്യം അയാള് ഈ കാര്യം വന്നിട്ട് ഒരു കാര്യം പറയണ്ടേ? അത് വലിയൊരു മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദ. സോറി 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 അതാണ് മര്യാദ. കാര്യം മനസ്സിലായി. വണ്ടി ഇമ്പോർട്ട് ചെയ്തട്ടെ. എന്റെ പോലീസിന്റെ വണ്ടി ഇമ്പോർട്ട് ചെയ്താ. മറ്റേ ലെവൻ ഉണ്ടല്ലോ കൊച്ചുമുണ്ട മോഡർലി. ടെറഫ് ക്രോളിംഗ് എന്ന് ഞാൻ പാല് വേണോടാ? പാല് പാലോ? ആ എന്തിനു പാല്? ആണ്ടേ ഞാൻ പ്രോട്ടീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കിടക്കാണ്ടേ പോക്കറ്റ് ഇരിക്കുന്നു കണ്ടില്ലേ? ഹലോ അവിടെ ഈ വണ്ടിയാണ് സിറ്റിയിലെ ഏറ്റവും മൈലേജ് ഉള്ള വണ്ടി. മനസ്സിലായോ? അത് സത്യം. ഇതാണ് നല്ല മൈലേജ് ഉള്ള വണ്ടി. ഇപ്പൊ കുറച്ച് അടിച്ചാൽ മതി. ബ്രോ ഈ വണ്ടിക്ക് എത്രയായി? ഹലോ ബ്രോ, ഈ വണ്ടിക്ക് എത്രയായി? ബ്രോ വാങ്ങിട്ട് കൊറേ നാളായി, കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് തോന്നുന്നു അതല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മറ്റേത് ഞാൻ പ്രതീക്ഷിച്ചത് മോർ ദാൻ യു ക്യാൻ അഫോർഡ്. അത് പറയണം. മനസ്സിലായി? ഞാൻ ഒരു കാര്യം പറയട്ടെടാ. അതെന്താണത്? എന്തായിരുന്നു മറ്റേ ഉറുമ്പ്? മറ്റേ ഇതെന്താണ് ഇത് ഇപ്പൊ കണ്ടത്? ഞാൻ ഉറുമ്പ് പഞ്ചാരായിട്ട് ലൈൻ കൊണ്ടുപോകുന്നല്ലേ? ഇത് അതേ അളത്തി കോടാനുകോടി വില കൊടുത്ത വണ്ടിയാണ്. സൂക്ഷിച്ചേ. എടാ ഇതാരാണ്? കെവിൽ ആരാണ് ഈ ശബ്ദം? ഇതാരാണ്? ഡെവിൽ. ഓക്കെ. ശബ്ദം അത്ര ഫെമിലിയർ അല്ലേ? അയ്യോ കേറി പിടിക്കുക. ആ പിടുത്തല്ല പിന്നെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേ ബ്രോ? ഇല്ല നമ്മളങ്ങനെ പെൺപിള്ളേരെ തോളത്തൊന്നും കയറി നടന്നിട്ടില്ലേ? നമ്മുടെ ഇനീഷ്യൽ സിറ്റുവേഷന് പോകുമ്പോ ഇങ്ങനെ അങ്ങനെയാണേ. എന്നിട്ട് മനസ്സിലായി ഇതുപോലെ ഞെക്കി വിടണം. ലൈൻ വരിവരിയായിട്ടങ്ങ് നിക്കുവല്ലേ? എന്നിട്ട് വെച്ചടിക്കാൻ കേട്ടാ
ശരിയാണ്. പിന്നെ പിറ്റേ ദിവസം ഗ്യാങ് ഗ്യാങ് കാണത്തില്ലല്ലേ? ഗ്യാങ് കാണത്തില്ല, ആള് കാണത്തില്ല. ബഗ് എക്സ്പ്ലോയിറ്റ് തരാണ്ട് കൊണ്ടുപോകും. അങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെയാടാ? ഒരാഴ്ച പുറത്തിറക്കാം. സത്യ കെവിൽ എത്ര ആളാണ് ഇപ്പൊ കയറിയുള്ള കെവില്? ഞാൻ 4-5 മാസമായി. ലിയ ഫ്രണ്ട്സ് എന്നാടാ കഴിഞ്ഞ ആഴ്ച എന്തല്ലേടാ കയറിയത്? ഞാൻ 5 കൊല്ലമായി. എടാ അതിന് 3 വർഷം നീ അതിന് ബ്രേക്കില്ലായിരുന്നോ? 3 വർഷം ബ്രേക്കാ? ആദ്യ ബ്രേക്ക് ഇതാരാ കെവിയിലെ? ഇത് ഡ്രാഗന്റെ മക്കളാണ്. ഡ്രാഗന്റെ മക്കളാ രണ്ടും. കറക്റ്റ് അതേപോലെ ഉണ്ടല്ലോ. പെണ്ണന്റെ പേരെന്താ? എന്നെ ക്രോസ് ആയിട്ട് നിൽക്കുന്നത്. എടാ അപ്പോൾ ഞങ്ങള് പോയിട്ട് വരാം. ചെറിയ പരിപാടിയിലാണ്. പോയിട്ട് വരാവേ. അയ്യോ ആക്സിഡന്റ് ആയോ? നീ മനഃപൂർവ്വം കൊല്ലാൻ നോക്കിയല്ലോടാ. ചുമ്മാ അതായത് എടാ ഈ വണ്ടിയൊക്കെ തട്ടി മരിക്കുവെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവൻ അത്ര ഭാഗ്യക്ക അതിൽ പാര അപമാനം ഉണ്ടോ അളിയാ?